ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു വാനില കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പോകാട്ടോ. അപ്പോൾ വാനില ഇത് നമ്മൾ ബട്ടർ ഉപയോഗിക്കാതെ വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കുന്ന വാനില കപ്പ് കേക്ക് ആട്ടോ. ഇതിൻ്റെ റെസിപ്പിയിൽ നമ്മൾ ഒരു ലെമണിൻ്റെ സെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മേലത്തെ യെല്ലോ സ്കിൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്യും കേട്ടോ. ഒരു ഇച്ചിരി കൂടി നല്ലൊരു റിഫ്രഷിങ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബാക്കി എല്ലാം വളരെ സിമ്പിളാണ്. നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു സിഫ്റ്ററിലൊന്ന് സിഫ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാനൊരു 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ ഷുഗർ ഒരു 2 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നു. കേക്കോ കപ്പ് കേക്കോ അങ്ങനെ ഏത് ബേക്കറി സാധനം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളൊന്ന് സിഫ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടെക്സ്ചറിനെ കുറേ കൂടി എയറി ടെക്സ്ചർ ആയിരുന്നു. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ എല്ലാം ചേർന്ന് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഒരു ലെമണിൻ്റെ സെസ്റ്റ് ഒന്ന് സെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 4 മുട്ട, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ ഒരു 3/4 കപ്പ് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാട്ടോ ഞാനിവിടെ ചേർക്കണേ. ഈ വെജിറ്റബിൾ ഓയിലിന് പകരം അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ചാലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കും. നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് എഗ്ഗിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെയ്തെടുക്കുക. അതിനൊപ്പം തന്നെ നമ്മൾ മിൽക്കും ചേർക്കണം. മിൽക്ക് ചേർക്കുമ്പോൾ നമ്മൾ കേക്കിൻ്റെ കൺസിസ്റ്റൻസിയും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഈ കേക്കിൻ്റെ റെസിപ്പിയിൽ 1 കപ്പ് മിൽക്കാണ് പറഞ്ഞേക്കണത്. ഞാൻ 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇപ്പോഴും കേക്കിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി തിക്കാണ്. അപ്പോൾ ഞാൻ ഇനി 1 ടേബിൾ സ്പൂണും കൂടി മിൽക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കേക്കിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് കറക്റ്റായി വന്നത്. അത് നമ്മൾ ഉപയോഗിക്കണ ഓരോ മൈദപ്പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ചും അല്ലെങ്കിൽ ആ പൊടി അനുസരിച്ച് എന്തോരം മോയ്സ്ചർ അത് അബ്സോർവ് ചെയ്യും എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും കേക്കിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ. സെയിം ബാറ്റർ വെച്ചിട്ട് കേക്ക് ആയാലും കപ്പ് കേക്ക് ആയാലും ഉണ്ടാക്കാം. കപ്പ് കേക്കിനാണെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സ് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ബേക്ക് ചെയ്യണം. കേക്ക് ആണെങ്കിൽ അറൗണ്ട് ഒരു 30 മിനിറ്റ്സ് നമുക്കൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഈ ബാറ്റർ ഫില്ല് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. 3/4 വരെ നമ്മൾ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. എന്നാലാണ് നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ കപ്പ് കേക്കിൻ്റെ ആ ടോപ്പ് പോർഷൻ നല്ലൊരു ഷേപ്പൊക്കെ ആയിട്ട് നമുക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഓവർഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫ്ലാറ്റായിട്ട് വരും ടോപ്പ്. ഇത് നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാം. നമ്മളിപ്പോൾ കപ്പ് കേക്ക് ആയോ നോക്കുന്ന ടോപ്പ് പോർഷൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ബേക്ക് ചെയ്യണം. പിന്നത്തെ ഏറ്റവും വലിയ ടിപ്പ് നല്ല ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല കേക്കിൻ്റെ സ്മെല്ല് വരും. സംശയമുണ്ടെങ്കിൽ ആയോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ പാനിൻ്റെ നടുക്കിരിക്കുന്ന കപ്പ് കേക്കില്ലേ അതിൻ്റെ നടുക്കൊന്ന് ടൂത്ത് പിക്കോ വെച്ച് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് നിൽക്കണുണ്ടോ നോക്കുക. സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ട് വരണമെങ്കിൽ അത് ആയി എന്നാണ് അർത്ഥം. നമ്മൾ കൂടുതലും നേരം നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ് കേക്കൊക്കെ ആയാലും കേക്ക് ആയാലും കപ്പ് കേക്ക് ആയാലും ഡ്രൈ ആയി പോകും. ഞാൻ ഗ്രാസ് ടിപ്പ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഗ്രാസ് പൈപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ക്രീം എന്ന് പറഞ്ഞാൽ സ്വിസ് മെറിംഗ് ബട്ടർ ക്രീമാണ്. ഇതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രാസ് നമ്മൾ പൈപ്പ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ടിപ്പ് ക്ലീൻ ആക്കേണ്ടി വരും കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ റിലീസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഗ്രാസ് പൈപ്പ് ചെയ്തെടുക്കണം. കപ്പ് കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് ഗ്രാസ് ഞാനൊന്ന് പൈപ്പ് ചെയ്ത് വെച്ചു. ഇത് അത്രയും ഭംഗിയാക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മേലെ ഒരു ഡെക്കറേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ മേലെ ബ്ലാക്ക് ഐസിങ് വെച്ചിട്ട് ആ ഫുട്ബോളിൻ്റെ ഡിസൈൻ അങ്ങ് വരച്ചെടുക്കുക ചെയ്യണേ. ഒരു റഫായിട്ട് ഒന്ന് വരച്ചെടുക്കുക ചെയ്യണേ. ഇനി ആ ഡിസൈൻ ഞാൻ ബ്ലാക്ക് ഐസിങ്ങും വൈറ്റ് ഐസിങ്ങും യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുക്കുക ചെയ്യണേ കേട്ടോ. ഇത് പിന്നീട് ഇത് പൈപ്പിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് എങ്ങനെ പൈപ്പിംഗ് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വേറെ ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. നമ്മൾ ഈ ബ്ലാക്ക് ഐസിങ്ങും വൈറ്റ് ഐസിങ്ങും ഫില്ല് ചെയ്ത് കൊടുക്കണുണ്ടല്ലോ. ശരിക്കും നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം വരച്ച ഔട്ട്ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ മേലേക്ക് ഓവർഫ്ലോ ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ. പിന്നത്തെ ഒരു കാര്യം, ഇതിപ്പോൾ നമ്മൾ 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇപ്പം നമ്മൾ കൊടുത്ത ഫില്ലിങ് അല്ലേ കംപ്ലീറ്റ്ലി ഡ്രൈ ആയി വരും. അപ്പോൾ വേണം നമ്മളത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം കേട്ടോ.
ഞാൻ ബർത്ത്ഡേ ബോയുടെ പേര് എഴുതിയേക്കുന്നത് കുക്കീസിന് ആ സെയിം ഐസിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കണേ. കേക്ക് ഞാൻ ഭയങ്കര സിമ്പിളാക്കിയിട്ടു, കാരണം എനിക്ക് ഹൈലൈറ്റ് വരേണ്ടത് ആ സോക്കർ ബോളും, അതായത് ആ ഫുട്ബോളുമെയാണ് എനിക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കേക്ക് വളരെ സിമ്പിളാക്കിയിട്ടേക്കണേ.